കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കരിപ്പൂർ വിമാനത്താവളം വഴി 40 കോടിയുടെ ലഹരി കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 3 യുവതികൾക്ക് 80,000 രൂപ വീതം പ്രതിഫലം ലഭിച്ചതായി വിവരമുണ്ട്. ടെർമിനലിന് പുറത്തിറങ്ങിയാൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പരും കൈമാറിയിരുന്നു. പിടിയിലായ ചെന്നൈ സ്വദേശിനിയാണ് ലഹരിക്കടത്തിനായി മുൻകൈയെടുത്തത്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി 40 കോടിയുടെ ലഹരി കടത്താൻ ശ്രമിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് 3 യുവതികൾക്ക് 80,000 രൂപ വീതം പ്രതിഫലം ലഭിച്ചതായും വിവരമുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ശിവദാസ്, എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്? മാത്രമല്ല, ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? ദേവിക, കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച 3 യുവതികളെ കസ്റ്റംസ് പിടികൂടിയത്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ 3 യുവതികളെ പിടികൂടിയത്. 40 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. പിന്നീട് കസ്റ്റംസിന്റെ പരിശോധനയിൽ ഇത് പിടിക്കപ്പെടുകയും ഈ 3 യുവതികളെയും കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ഉണ്ടായത്. ഈ 3 യുവതികൾക്കും 80,000 രൂപ വീതമാണ് പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇവർ കരിയർമാർ മാത്രമാണ്. ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ ഉണ്ട്. മറ്റു ചില വ്യക്തികളും ഉന്നത മാഫിയ സംഘങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നിലവിൽ പിടിയിലായ 3 യുവതികൾ കരിയർമാർ മാത്രമാണ്. അവർക്ക് 80,000 രൂപയാണ് പ്രതിഫലമായി ലഭിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ മൊബൈലിൽ നിന്നും മറ്റു ചില ഫോൺ നമ്പറുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ കഞ്ചാവ് എത്തിക്കേണ്ട ആളുകളുടെ നമ്പറും അതോടൊപ്പം തന്നെ മറ്റു ചില യുവതികളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില യുവതികളായ കണ്ണികളുടെ ഫോൺ നമ്പറുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ 3 യുവതികളെയും ഏകോപിപ്പിച്ചത് പിടിയിലായ ചെന്നൈ സ്വദേശി റാബിയത്ത് സൈദു ആണ്. അതോടൊപ്പം തന്നെ ഇന്നലെ 2 തമിഴ്നാട് സ്വദേശിനികളും ഒരു മലയാളിയുമായി പിടിയിലായിരുന്നത്. മലയാളിയായ സിമി ബാലകൃഷ്ണൻ തായ്ലാന്റിലേക്ക് പോയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അവർ തായ്ലാന്റിലേക്ക് പോയത് അവർ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഈ മാസം 5-ാം തീയതി ലീവ് എടുത്തിട്ടാണ് തായ്ലാന്റിലേക്ക് പോയത്. തായ്ലാന്റിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് ഈ കേരളത്തിലേക്ക് എത്തിച്ചത്. ഈ 3 യുവതികളും ഒരുമിച്ചാണ് വന്നത്. പിന്നീട് കസ്റ്റംസിന്റെ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ ഫോൺ നമ്പറിൽ നിന്നും ചോദ്യം ചെയ്തതിൽ നിന്നും പുറത്ത് ഇത് വാങ്ങിക്കാനുള്ള ആളുടെ ഫോൺ നമ്പറുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ പിന്നീട് ഈ 3 യുവതികളെ പിടികൂടിയതോടെ ഇയാൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയൊരു മാഫിയ സംഘം തന്നെ വിദേശത്തു നിന്നും കേരളത്തിലേക്ക് ലഹരിക്കടത്തിന് വേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപും പോലീസ് ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ പിടികൂടിയിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവുമായി 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി മട്ടന്നൂർ സ്വദേശിയായ 2 പേരെ പോലീസും കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള കഞ്ചാവ് കടത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിമാനത്താവളം വഴി അല്ലെങ്കിൽ ഈ വിദേശത്തു നിന്നും കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായാണ് ഏറ്റവും പുതിയ വിവരം, ദേവിക. ശരി.